ഹലോ, ഗുഡ് ഈവനിങ്. ഇനി നമ്മൾ പറയാൻ പോണത് തിയറീസ് ഓഫ് ബോണ്ടിങ് ഇൻ മോളിക്യൂൾസ്. ദർ ആർ വേരിയസ് തിയറീസ് ടു എക്സ്പ്ലെയിൻ വൈ ബോണ്ടിങ് ഓർ ഹൗ ബോണ്ടിങ് ആൻഡ് വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ്. ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള തിയറി വന്നിട്ടുള്ളത്. അപ്പോൾ ബോണ്ടിങ് ഇൻ മോളിക്യൂൾസിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അതെങ്ങനെയാണെന്ന് തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയത് സിഡ്വിക് ആൻഡ് പവൽ പ്രപ്പോസ്ഡ് എ തിയറി നോൺ ആസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി VSEPR തിയറി വിച്ച് കുഡ് ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഷേപ്സ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ലിനസ് പോളിംഗ് നമ്മൾ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ്, പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. പോളിംഗ് ഏറ്റവും ആദ്യം ബോണ്ടിങ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ആറ്റംസ് തമ്മിൽ ബോണ്ടിങ് ഉണ്ടാവുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിനസ് പോളിങ്ങിൻ്റെ ഒരു തിയറി, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു തിയറിയാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഇലക്ട്രോൺ പെയർ സ്പേസിൽ ഓറിയൻറ്റ് ചെയ്യുക, ഈ 3 ഡയമെൻഷണൽ സ്പേസിൽ എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് എങ്ങനെയാണ് മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടാവുക, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള തിയറിയാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി ഓർ VSEPR തിയറി. ഇത് നിങ്ങൾ +1 +2 ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ് എനേബിൾസ് us to get a deeper understanding of the nature of covalent bond. കോവലൻ്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത് കുറേയും കൂടി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിസിലാണ്. പക്ഷേ അത് നമ്മളിപ്പോൾ പഠിക്കണില്ല. ഈ സെമ്മിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ തിയറി പഠിക്കാനില്ല. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് ദിസ് ഇൻ ടേംസ് ഓഫ് യൂസിങ് ദ വേവ് ഫങ്ഷൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇനീഷ്യലി ലൊക്കേറ്റഡ് ഓൺ ഡിഫറെൻറ്റ് ആറ്റംസ്. ആ ഭാഗം നമ്മളിപ്പോൾ പഠിക്കില്ല, ഇനി അത് അടുത്ത 3rd സെമ്മിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണില്ല. വാലൻസ് ബോണ്ട് തിയറി, MO തിയറി എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമാണ് നമുക്കിപ്പോൾ ഈ സെമ്മിൽ പഠിക്കാനുള്ളത്. വാലൻസ് ബോണ്ട് തിയറിയും MO തിയറിയും 2 തിയറികളും എങ്ങനെയാണ് ബോണ്ടിങ് ഉണ്ടാവുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള 2 ഡിഫറെൻറ്റ് മെത്തേഡ്സാണ്. അത് ഒന്ന് മറ്റതിനേക്കാൾ വളരെ നല്ലത്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് മാത്രമാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ല. 2 തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓരോന്നിനും ഡിഫറെൻ്റ് ആസ്പെക്ട്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളതാണ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾ MO തിയറിയും കുറേ ഭാഗം നിങ്ങൾ +1 +2 പഠിച്ചിട്ടുണ്ട്, MO ഡയഗ്രംസ് ഒക്കെ. എന്നിട്ട് എങ്ങനെയാണ് ബോണ്ട് ഓർഡർ പറയുക, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്നാണ് തുടങ്ങുന്നത്. ഇവിടെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, സിഡ്വിക് പവൽ തിയറി, ഇത് ഇങ്ങനെ ബോക്സിൽ കൊടുത്തിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ VSEPR തിയറി എങ്ങനെയാണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ വരുന്ന ഇലക്ട്രോൺ പെയർ, അതായത് ഷെയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് പെയറാവുമ്പോൾ ഓരോ ബോണ്ട് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഇലക്ട്രോൺസ് മിനിമം റിപ്പൽഷനാണ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. റിപ്പൽഷൻ കൂടുന്തോറും സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ പെയേഴ്സ് ഈ സ്പേസിൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള സ്പേസിൽ ഓറിയൻറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്ന തിയറിയാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. റിപ്പൽഷൻ മിനിമം ആവണ തരത്തിലാണ് ഇത് ഓറിയൻറ്റ് ചെയ്യുക. പിന്നെ നമുക്കറിയാം ലോൺ പെയർ, അതായത് ബോണ്ടിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യാത്ത ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷനാണ് മാക്സിമം. പിന്നെ വരുന്നത് ലോൺ പെയർ, ബോണ്ട് പെയർ ആണ്. പിന്നെ ഏറ്റവും കുറവ് റിപ്പൽഷൻ വരുന്നത് ബോണ്ട് പെയേഴ്സ് തമ്മിലാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ വരുന്ന പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസിനെ കൂടുതൽ സെപ്പറേറ്റഡ് ആയിട്ട്, കൂടുതൽ ആംഗിൾ ഓഫ് സെപ്പറേഷൻ കൊടുത്തിട്ടാണ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ ആ ഓർബിറ്റലുമായിട്ട് ഷെയർ ചെയ്യണ ആ ബോണ്ട് പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ആയിരിക്കും ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിനനുസരിച്ച് ദ മോളിക്യൂൾ വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് സ്പേസ് ഓർ ഷേപ്പ്. ഇതാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോൺ പെയർ ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ ലോൺ പെയർ, ബോണ്ട് പെയർ, പിന്നെ ബോണ്ട് പെയർ. അപ്പോൾ അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് ഇത് വെച്ചിട്ട് ഓരോ ടൈപ്പ് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പറയുന്നതാണ്. AB6E ടൈപ്പ്,
പിന്നെ XCF4 ഇത് അതുകൊണ്ടാണ് ആ ഭാഗം മുഴുവനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം നിങ്ങൾ ഇത് +1 +2 പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരെ പോണത് വാലൻസ് ബോണ്ട് തിയറി, എ ഫിസിക്കൽ പിക്ചർ ഓഫ് ദ കൺസെപ്റ്റ്സ് ഓഫ് VBT. വാലൻസ് ബോണ്ട് തിയറിയുടെ ഫിസിക്കൽ പിക്ചർ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്, ദ വാലൻസ് ബോണ്ട് തിയറി VBT ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഒറിജിനേറ്റഡ് ഡയറക്ട്ലി ഫ്രം ദ ഐഡിയാസ് ഓഫ് ഇലക്ട്രോൺ പെയർ ബോണ്ട് ബൈ ലൂയിസ് കൺസെപ്റ്റ്. നിങ്ങൾക്കറിയാം, ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ലൂയിസിൻ്റെ ആസിഡ് ബേസ് കൺസെപ്റ്റ്, ആസിഡ് ബേസ് എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ആസിഡ് ആണോ എന്ന് പറയുക അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് പറയുക എന്നുള്ളതൊക്കെ നമ്മൾ ലൂയിസ് കൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത് നിങ്ങൾക്കറിയാം. അപ്പോൾ ദ പയനിയേഴ്സ് ഓഫ് ദ തിയറി were W. Heitler and London, who first applied it to hydrogen molecule. Their theory was further developed by Linus Pauling. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, എങ്ങനെയാണ് ബോണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള തിയറി വന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ് മേക്സ് ദ കൺസെപ്റ്റ് ഓഫ് സ്പിൻ പെയറിംഗ്, സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആൻഡ് ഹൈബ്രിഡൈസേഷൻ ടു എക്സ്പ്ലെയിൻ മോളിക്കുലർ ജോമെട്രീസ്. എന്തിനു വേണ്ടിയിട്ടാണ് ബോണ്ട് ഫോം ചെയ്യണത്? അൺപെയർഡ് ഇലക്ട്രോൺ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടും. അത് നമുക്ക് നേരത്തെ അറിയണ കാര്യമാണ്. പിന്നെ സിഗ്മ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, അതുപോലെ പൈ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുക, ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ഹൈബ്രിഡൈസേഷൻ. ഇനി ഈ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ദ ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ്. അപ്പോൾ രണ്ട് ആറ്റം തമ്മിൽ ബോണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് ആറ്റത്തിൻ്റെയും ഓർബിറ്റൽ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുക. ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒരു ഓർബിറ്റലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോണും മറ്റേ ഓർബിറ്റലിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോണും, അതായത് രണ്ട് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിലത്തെ ഇലക്ട്രോൺസ് പെയർ ചെയ്യും. അപ്പോൾ ആ ഓർബിറ്റൽ ഓവർലാപ്പ് വഴി ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അതാണ് സിഗ്മ ബോണ്ട്. പൈ ബോണ്ട് ആണെങ്കിൽ ദ ഓവർലാപ്പ് ഈസ് ഡിഫറെൻറ്റ്. സിഗ്മ ബോണ്ട് ആണെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പാണ്, ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഓവർലാപ്പ് ചെയ്യുക രണ്ട് ഓർബിറ്റൽസ്. അതാണ് സിഗ്മ ബോണ്ട് ഉണ്ടാക്കുക. ലാറ്ററൽ ഓവർലാപ്പ്, ഹെഡ് ഓൺ അല്ല, അത് നമ്മൾ പൈ ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണും. ലാറ്ററൽ ഓവർലാപ്പാണ് പൈ ബോണ്ട് ഉണ്ടാക്കുക. ദെൻ ഹൈബ്രിഡൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളും ഈ വാലൻസ് ബോണ്ട് തിയറിയിലാണ് വരുന്നത്. Then orbital overlap concept of covalent bonding in VBT. The theoretical treatment of VBT introduces the concept of orbital overlap in covalent bonding. The salient aspects of the concepts are summarized below. Then ഇത് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പോയിൻറ്റും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി പോവാം. According to the orbital overlap concept, a covalent bond is formed through electron pairing. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇലക്ട്രോൺ പെയറിംഗ് ആണ് നടക്കുക. When a valence shell atomic orbital of one atom overlaps with a valence shell atomic orbital of another atom, each having an unpaired electron but opposite spin. അതായത് രണ്ട് ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളത്, അതിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. അത് രണ്ടിൻ്റെയും സ്പിൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, ഒന്നിൽ അപ്പ് സ്പിൻ ആണെങ്കിൽ മറ്റതിൽ ഡൗൺ സ്പിൻ. അപ്പോൾ രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യണ രണ്ടും കൂടി ചേരുന്ന ആ ഓർബിറ്റലിൽ എന്താ ഉണ്ടാവുക? ഒരു അപ്പ് സ്പിന്നും ഒരു ഡൗൺ സ്പിന്നും. ദാറ്റ് മീൻസ് ദ ഇലക്ട്രോൺസ് ആർ പെയർഡ്. അപ്പോൾ ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റിൽ കോവലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ത്രൂ ഇലക്ട്രോൺ പെയറിംഗ് വെൻ എ വാലൻസ് ഷെൽ ആറ്റമിക് ഓർബിറ്റൽ. വാലൻസ് ഷെൽ മീൻസ് ഔട്ടർ മോസ്റ്റ് ആണല്ലോ വാലൻസ് ഷെൽ. വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള orbital, atomic orbital of one atom overlaps with the valence shell atomic orbital of another atom, each having an unpaired electron but opposite spin. That's first point. Then second point, the two electrons that get paired in the process occupy a bond orbital or a localized molecular orbital formed by merging of two atomic orbitals. രണ്ട് atomic orbital merge ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് ബോണ്ടിങ് ഓർബിറ്റൽ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അത് ലോക്കലൈസ്ഡ് മീൻസ് ദ ബോണ്ടിങ് ഓർബിറ്റലിലെ ഇലക്ട്രോൺ പെയറിൻ്റെ പൊസിഷൻ ആ ഏതൊക്കെ രണ്ട് ആറ്റത്തിൻ്റെ ഓർബിറ്റൽസ് ആണോ ഓവർലാപ്പ് ചെയ്തത് അതിൻ്റെ രണ്ടിൻ്റെയും ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫിക്സ്ഡ് ആവുകയാണ്. അപ്പോൾ അതായത് ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺ ആണ്, എയർ ഓഫ് ഇലക്ട്രോൺ ആണ്. അതിൻ്റെ പൊസിഷൻ ഇൻ ബിറ്റ്വീൻ ദ ഓവർലാപ്ഡ് ഓർബിറ്റൽസ്. അപ്പോൾ ഓവർലാപ്പിംഗ് ദ ഇലക്ട്രോൺസ് ദാറ്റ് ഗെറ്റ് പെയർഡ് ഇൻ ദ പ്രോസസ് ഒക്യുപ്പൈ എ ബോണ്ട് ഓർബിറ്റൽ. ഒരു ബോണ്ട് ഓർബിറ്റലിലാണ് അത് ഉണ്ടാവുക. ആ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ ലോക്കലൈസ്ഡ്, അതായത് എവിടെയും ആവാൻ പറ്റില്ല, എവിടെയും അതിന് ഡീലോക്കലൈസ്ഡ് നേച്ചർ അല്ല ഉണ്ടാവുക, ലോക്കലൈസ്ഡ് ആണ്. ആ ഇലക്ട്രോൺ പെയർ എവിടെ ഉണ്ടാവുക?
രണ്ട് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിലാണ് ഉണ്ടാവുക. Then third point, overlapping causes maximum electron density to be present between the nuclei. അതാണ് നമ്മൾ പറഞ്ഞത്, മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാവും, രണ്ട് ന്യൂക്ലിയസിന് ഇടയിൽ. Attraction between the nuclei and this accumulated electron cloud constitutes a large part of the binding force of the bond. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി സെൻറ്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് ന്യൂക്ലിയസും ആ സെൻറ്ററിലുള്ള ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് മേക്ക് ദ ബോണ്ട്. ദെൻ the process of overlapping is accompanied by a fall of potential energy. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് വരുന്നത്. എവിടെയാണോ അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നത് അവിടെ പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പോൾ ലോവറിങ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി കുറവുള്ളതാണ് സ്റ്റേബിൾ ആവുക. അപ്പോൾ മോളിക്യൂൾ വിൽ ബിക്കം മോർ സ്റ്റേബിൾ, thereby stabilizing the system. In short, such arrangement has a lower energy and is hence more stable than a system of local isolated atoms. അങ്ങനെയാണെങ്കിലേ ബോണ്ടിങ് ഉണ്ടാവുള്ളൂ. രണ്ട് ആറ്റം കമ്പൈൻ ചെയ്തിട്ടുണ്ടാവണ മോളിക്യൂൾ, അതായത് ബോണ്ടിങ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവണ സിസ്റ്റം, അതാണ് മോളിക്യൂൾ. അത് ഓരോ ആറ്റവും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ എനർജി കുറവുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ മാത്രമാണ് ബോണ്ടിങ് നടക്കുക. അതായത് ബോണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റെബിലൈസ്ഡ് ആവുക എപ്പോഴാണ്? എനർജി കുറയുമ്പോഴാണ്. അപ്പോൾ ഈ രണ്ട് ആറ്റവും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന മോളിക്യൂൾ രണ്ട് ആറ്റംസിനേക്കാൾ സ്റ്റേബിൾ ആവുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുള്ളൂ? മോളിക്യൂൾ ഫോം ചെയ്യുള്ളൂ, ബോണ്ട് ഫോം ചെയ്യുള്ളൂ. ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് മോളിക്യൂൾ ഉണ്ടാവുക. ദെൻ ദ സ്ട്രെങ്ത് ഓഫ് കോവലൻറ്റ് ബോണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ദ ആറ്റമിക് ഓർബിറ്റൽസ്. വളരെ നന്നായിട്ട് വളരെ കൂടുതൽ ഓവർലാപ്പിംഗ് നടക്കുക, അതായത് മെർജിങ് ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് വളരെ എഫക്റ്റീവ് ആകുമ്പോൾ മാത്രമാണ് ബോണ്ട് കൂടുതൽ സ്ട്രോങ് ആവുക. സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് കൂടുമ്പോഴാണ് മോളിക്യൂൾ കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആവുക. ദ ഗ്രേറ്റർ ദ ഓവർലാപ്പിംഗ് ദ സ്ട്രോങ്ങർ ഈസ് ദ ബോണ്ട് ഫോംഡ്. Then sixth point, the overlapping orbitals must be oriented in space in such a way that repulsive interaction are minimum and attractive interactions are maximum. നമ്മൾ നേരത്തെ പറഞ്ഞു അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ആണ് പൊട്ടൻഷ്യൽ എനർജി കുറയ്ക്കുക, അതാണ് സ്റ്റേബിൾ സിസ്റ്റം ഉണ്ടാക്കുക. അപ്പോൾ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ കുറവും അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ കൂടുതലുമായിരിക്കും. Then between two orbitals of same energy, the one more directionally concentrated would form a stronger bond. Example, the dumbbell-shaped p orbitals form bonds stronger than those formed by the spherically symmetrical s orbitals. Direction ഉള്ള ഓർബിറ്റൽസ് തമ്മിലാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ടാക്കുക. p orbitals are directional. ഡയറക്ഷൻ അല്ലാത്ത ഓർബിറ്റൽ ഏതാണ്? s ഈസ് നോൺ ഡയറക്ഷണൽ. എല്ലാ ഭാഗത്തും ഒരേപോലെയാണ്. പർട്ടിക്കുലർ ഡയറക്ഷനിലല്ല അവിടെ ഇലക്ട്രോൺ ക്ലൗഡ് ഡെൻസിറ്റി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് പി സെഡ് പോസിറ്റീവ് ഓവർലാപ്പാണ്. പി വൈ ദാറ്റ് ഈസ് ലാറ്ററൽ ഓവർലാപ്പാണ്. ലാറ്ററൽ ഓവർലാപ്പിംഗ് ദിസ് വിൽ ഫോം എന്താ ഉണ്ടാവുക? പൈ ബോണ്ടാണ് ഇവിടെ ഉണ്ടാവുക. പി വൈ രണ്ടും ലാറ്ററൽ ഓവർലാപ്പ്. ഹെഡ് ഓൺ ഓവർലാപ്പാണ് ഈ പി സെഡ് തന്നിട്ടുള്ളത്. ദെൻ പി സെഡ് മൈനസ് തമ്മിൽ എന്താണ്? നെഗറ്റീവ് ഓവർലാപ്പ്. ഇതാണ് ആൻറ്റി ബോണ്ടിങ്. മറ്റത് ബോണ്ടിങ് ആണ്, ഇത് ആൻറ്റി ബോണ്ടിങ് ആണ്. പ്ലസ് മൈനസ് ഓവർലാപ്പ് നടക്കുകയാണെങ്കിൽ അതെന്താണ്? അത് ശരിക്കും ബോണ്ടിങ് അല്ല, അവിടെ പ്ലസ്സുമാണ് ശരിക്കുള്ള എഫക്റ്റീവായിട്ടുള്ള ഓവർലാപ്പ് ഉണ്ടാക്കുക, മറ്റതല്ല. ഇവിടെ എസ് ഓർബിറ്റലുമായിട്ട് എസ് പ്ലസ് ആണ്, അതായത് എല്ലായിടത്തും ഒരേപോലെയാണത്, ഡയറക്ഷണൽ അല്ല. അപ്പോൾ അത് തമ്മിലുണ്ടാവണ ഓവർലാപ്പ് പി സെഡും എസ്സും തമ്മിലുള്ള ഓവർലാപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ പി വൈ പി എക്സ് രണ്ടും എങ്ങനെ? പി വൈ പി എക്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ ഇൻട്രാക്ഷൻ 0 ആണ്, 0 ഓവർലാപ്പ്. അതുപോലെ പി സെഡ് എസ് ഇങ്ങനത്തെ ഓവർലാപ്പ്, രണ്ട് ലോബുമായിട്ട് എസ് ഓവർലാപ്പ് ചെയ്യുക എന്നുള്ളത് 0 ഓവർലാപ്പാണ് വരിക. എസ്സിന് ഓവർലാപ്പ് ചെയ്യാം പി സെഡ്, അതായത് അതിൻ്റെ പ്ലസ് മാത്രം, പ്ലസ് സിമ്പൽ മാത്രം വരുന്ന ആ ലോബുമായിട്ട് ഓവർലാപ്പ് ചെയ്യാം. ദാറ്റ് വിൽ ബി എഫക്റ്റീവ്. ബട്ട് ദിസ് ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് നോൺ ബോണ്ടിങ്, അതായത് ബോണ്ടിങ് ഉണ്ടാവണേ ഇല്ല, 0 ഓവർലാപ്പാണ്. അപ്പോൾ നമ്മൾ 3 തരത്തിൽ കണ്ടു. പോസിറ്റീവ് ഓവർലാപ്പ്, ഇറ്റ് വിൽ ഫോം ബോണ്ടിങ്. നെഗറ്റീവ് ഓവർലാപ്പ്, ഇറ്റ് കറസ്പോണ്ട്സ് ടു ആൻറ്റി ബോണ്ടിങ്, അത് എനർജി കൂടുതലുള്ളതാണ്. ദിസ് ഈസ് 0 ഓവർലാപ്പ്, നോ ബോണ്ടിങ്. അത് തമ്മിൽ ബോണ്ടിങ് എന്നുള്ള ഒരു പ്രോസസ്സേ നടക്കില്ല. ബോണ്ടിങ്, ആൻറ്റി ബോണ്ടിങ് ആൻഡ് നോൺ ബോണ്ടിങ്. നോൺ ബോണ്ടിങ് എന്ന് വെച്ചാൽ ബോണ്ടില്ല, പക്ഷേ അതുകൊണ്ട് എനർജി വൈസ് കൂടുതലാവണില്ല. പക്ഷേ ആൻറ്റി ബോണ്ടിങ് അങ്ങനെയല്ല, അവിടെ എനർജി കൂടുകയാണ് ചെയ്യണത്. ദാറ്റ് ഈസ് വെരി അൺസ്റ്റേബിൾ. പിന്നെ
എട്ടാമത്തെ പോയിൻ്റ് ആയിട്ട് ദ ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് വിത്ത് പർട്ടിക്കുലർ ഓറിയൻറ്റേഷൻസ് ഈസ് ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക് ടു ദ കോവലൻറ്റ് ബോണ്ട്. ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽ വിത്ത് പർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ, ഓർബിറ്റൽസിന് പർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ ഉണ്ട്, അത് തമ്മിലുള്ള ഓവർലാപ്പ് കൊണ്ട് ഉണ്ടാവുന്നത് എന്താണ്? ഡയറക്ഷണൽ ആയിട്ടുള്ള കോവലൻറ്റ് ബോണ്ടാണ്. ഈ ഡയറക്ഷനിലാണ് അത് ഫോം ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. ആൻ എസ് ഓർബിറ്റൽ ഡസ് നോട്ട് ഷോ എനി പ്രിഫറൻസ് ഇൻ ഡയറക്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു എസ് ഓർബിറ്റൽ ടോട്ടലി സിമെട്രിക് ആണ്, എല്ലാ ഡയറക്ഷനിലും ഒരുപോലെയാണത്. അപ്പോൾ വെറാസ് എ നോൺ സ്പെറിക്കൽ ഓർബിറ്റൽ ടെൻസ് ടു ഫോം എ ബോണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി വിത്തിൻ ഇറ്റ്. അതായത് പി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ പി എക്സ് പി വൈ പി സെഡ്, അതിന് ഓറിയൻറ്റേഷൻ ഉണ്ട്. പി എക്സ് വിൽ ബി ഓറിയൻറ്റിങ് അലോങ് എക്സ് ആക്സിസ്, പി വൈ അലോങ് വൈ ആക്സിസ് ആൻഡ് പി സെഡ് അലോങ് സെഡ് ആക്സിസ്. അപ്പോൾ ആ ഡയറക്ഷനിൽ വരുന്ന വേറൊരു ഓർബിറ്റലുമായിട്ടാണ് അത് വളരെ എഫക്റ്റീവായിട്ട് ഓവർലാപ്പ് ചെയ്യുക. A bonding interaction results when there occurs a positive overlap between orbitals with regard to their symmetries. A zero overlap corresponds to a non-bonding interaction. അത് തമ്മിൽ ഒരു ഇൻട്രാക്ഷനും ഇല്ല, മറ്റത് പോസിറ്റീവ് ഓവർലാപ്പ് ആണ്. Then negative overlap corresponds to an anti-bonding interaction that will increase the energy of the system that is unstable. Then types of overlapping and nature of bond. According to the orbital overlap concept, a covalent bond is formed when a half-filled valence shell atomic orbital AO, atomic orbital ആണ് AO, of an atom overlaps with half-filled valence shell atomic orbital of another atom. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കണ്ടെയ്നിങ് ആൻ ഇലക്ട്രോൺ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. അത് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് ഇലക്ട്രോൺ പെയറിങ് നടക്കുമ്പോഴാണ് എന്തുണ്ടാവുക? കോവാലൻറ്റ് ബോണ്ട് ഉണ്ടാവുക. അപ്പോൾ ടൈപ്പ് ഓഫ് ഓവർലാപ്പ് അനുസരിച്ച് ഇറ്റ് ക്യാൻ ബി സിഗ്മ ബോണ്ട്, നേരത്തെ നമ്മൾ കണ്ടു ഹെഡ് ഓൺ ഓവർലാപ്പാണ്. പൈ ബോണ്ട് ലാറ്ററൽ ഓവർലാപ്പാണ്. ഹെഡ് ഓൺ, എ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ടു ആറ്റംസ് ബൈ ഹെഡ് ഓൺ ഓവർലാപ്പ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ് അലോങ് ഇൻ്റർ ന്യൂക്ലിയർ ആക്സിസ് ഈസ് കോൾഡ് സിഗ്മ ബോണ്ട്. അതായത് എൻ ടു എൻഡ് ഓവർലാപ്പിംഗ്. അത് സിഗ്മ ബോണ്ട് രണ്ടും ഒരേ ആക്സിസിൽ വരിക, എന്നിട്ട് അത് ഓവർലാപ്പ് ചെയ്യുക, അതാണ് ഇൻ്റർ ഓവർലാപ്പിംഗ് റിസൾട്ടിങ് സിഗ്മ ബോണ്ട്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് ആക്സിയൽ. അതായത് ഇൻ്റർ ന്യൂക്ലിയർ ആക്സിസിൽ കൂടിയാണ്, രണ്ട് ന്യൂക്ലിയസും വരുന്ന ആ ലൈനിൽ കൂടിയാണ് അത് വരിക. അതിനെയാണ് നമ്മൾ ആക്സിയൽ ഓർ എൻ ടു എൻഡ് ഓവർലാപ്പ് എന്ന് പറയുക. സിഗ്മ ബോണ്ട് ഈ സ്ട്രോങ് ബോണ്ട്. ഇനി സിഗ്മ ബോണ്ട് ക്യാൻ ബി ഫോംഡ് ഏതൊക്കെ തമ്മിലാവാം? എസ് എസ് ഓവർലാപ്പ് ആവാം, എസ് പി ഓവർലാപ്പ് ആവാം, പി പി ഓവർലാപ്പ് ആവാം. എസ് എസ് ഓവർലാപ്പിന് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ 1s ഓവർലാപ്പ് ചെയ്തിട്ട് എസ് എസ് ഓവർലാപ്പ്, ദർ വിൽ ബി എ സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ ടു ഹൈഡ്രജൻ. എസ് പി ഓവർലാപ്പ് എച്ച് എഫ്, ഹൈഡ്രജൻ്റെ എസ്സും ഫ്ലൂറിൻ്റെ പിയും, ഇതാ പി സെഡ് ഓർബിറ്റൽ ഓഫ്, അതാണ് പറഞ്ഞത്. നേരെ എസിൻ്റെ 1s ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ലോബും തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുക, രണ്ടും കൂടി എസ് പി ഓവർലാപ്പ് ഉണ്ടാവും. ദർ വിൽ ബി എ സിഗ്മ ബോണ്ട്. ദെൻ പി പി, 3p z ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ. പി സെഡ് ഓർബിറ്റലാണ്, രണ്ടും ഹാഫ് ഫിൽഡാണ്, ഓപ്പോസിറ്റ്ലി സ്പിന്നിങ് ഇലക്ട്രോൺ, അതായത് ഒരെണ്ണം അപ്പ് സ്പിൻ ആണെങ്കിൽ ഒന്ന് ഡൗൺ സ്പിന്നുള്ള 2 ഇലക്ട്രോൺസ് ആണ് ഓരോന്നിലുള്ളത്. അത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ദർ വിൽ ബി പി പി ഓവർലാപ്പിംഗ്. ഇറ്റ് വിൽ ഫോം സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ 2 ക്ലോറിൻ. ദെൻ പൈ ബോണ്ട്. പൈ ബോണ്ട് നേരത്തെ പറഞ്ഞു സൈഡ് വേസ് ഓർ ലാറ്ററൽ സൈഡ് വേസ് ഓവർലാപ്പ് ആറ്റമിക് ഓർബിറ്റൽ. ഇതാണ് നോക്കുക, 2 പി ഓർബിറ്റൽ, രണ്ടും പി വൈ, ഒരു സിഗ്മ ഫോം ചെയ്തിട്ടുണ്ട്, എക്സിൽ കൂടെ 2 പി എക്സ് ഓവർലാപ്പ് ചെയ്തിട്ട് വിചാരിക്കുക. ദെൻ മറ്റത് രണ്ടും പാരലലായിട്ടാണ് നിൽക്കുന്നത്. ഹെഡ് ഓൺ ഓവർലാപ്പിന് പോസിബിലിറ്റി ഇല്ല. അപ്പോൾ എന്തുണ്ടാവും? ഇവിടെ പ്ലസ് പ്ലസ്, നമ്മൾ നേരത്തെ കണ്ടു പി ഓർബിറ്റലിന് ഒരു പ്ലസ് ലോബും മൈനസ് ലോബും, അപ്പോൾ 2 പ്ലസ് പാർട്ടും കൂടി ലാറ്ററലായിട്ട് ഓവർലാപ്പ് ചെയ്ത് മുകളിൽ ഇവിടെ താഴെ. ദിസ് വിൽ ഫോം എ ഫൈനൽ ഇലക്ട്രോൺ ക്ലൗഡ് പിക്ചറാണ് ഇതുള്ളത്. ഇൻ്റർ ന്യൂക്ലിയർ ആക്സിസ് അതിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് പോവുക, അതിൻ്റെ ആ സെൻറ്ററിൻ്റെ അപ്പും ഡൗണും ആയിട്ട് ആണ് ഈ ഓവർലാപ്പിംഗ് ഉണ്ടാവുക. പൈ ഓർബിറ്റൽ. ദെൻ സിഗ്മ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഹെഡ് ഓൺ ഓവർലാപ്പ്, പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ലാറ്ററൽ ഓവർലാപ്പ്. സിൻസ് എക്സ്റ്റെൻസീവ് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ഓർബിറ്റൽസ് ടേക്സ് പ്ലേസ്, ഇത് സ്ട്രോങ് ആയിരിക്കും, സ്ട്രോങ് ബോണ്ടാണ് സിഗ്മ ബോണ്ട്. അത്ര സ്ട്രെങ്ത് ഇല്ല പൈ ബോണ്ടിന്, വീക്കാണ്. സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. ഇനി പൈ മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ഈസ് അൺസിമെട്രിക്കൽ അബൌട്ട് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. സിഗ്മ സിമെട്രിക്കൽ ആയിരിക്കും ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൽ കൂടെ, പൈ അങ്ങനെയല്ല, കാരണം 1 പ്ലസും 1 മൈനസും ആയിട്ടാണ് നിൽക്കുക. സിഗ്മ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് 1 ഇലക്ട്രോൺ ക്ലൗഡ് symmetrical about the internuclear axis. Pi bond consists of 2 electron cloud
one above and one below the plane of atomic nuclei. Sigma bond consists of one electron cloud symmetrical about internuclear axis. Symmetrical about internuclear axis, 2 electron cloud. സിഗ്മ ബോണ്ടിലും 1 ഇലക്ട്രോൺ ക്ലൗഡ് അല്ല, 2 ഇലക്ട്രോൺസ് തന്നെ ഉണ്ട് അവിടെ, പക്ഷേ അത് സിമ്മട്രിക്കലാണ്, മറ്റതിൽ സിമ്മട്രിക്കൽ അല്ല. ഫ്രീ റൊട്ടേഷൻ ഓഫ് ആറ്റം അബൌട്ട് സിഗ്മ ബോണ്ട് ഈസ് പോസിബിൾ. ഫ്രീ റൊട്ടേഷൻ പൈ ബോണ്ടിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ സിസ് ട്രാൻസ് ഐസോമർ ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത് പൈ ബോണ്ടഡ് സിസ്റ്റത്തിൽ. ബിറ്റ്വീൻ 2 ആറ്റംസ് എ സിഗ്മ ബോണ്ട് ക്യാൻ എക്സിസ്റ്റ് either alone or along with one pi bond or 2 pi bonds. Generally a pi bond can exist between 2 atoms only if a sigma bond also is present. ഒരെണ്ണം സിഗ്മ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്തത് പൈ ആയിട്ട് ഫോം ചെയ്യുള്ളൂ. ഒരെണ്ണം ആദ്യം ഫോം ചെയ്യുന്നത് എപ്പോഴും സിഗ്മ ആയിരിക്കും. പൈ രണ്ടാമത്, അതായത് ഹെഡ് ഓൺ ഓവർലാപ്പ് പോസിബിൾ അല്ലാതെ ഇരിക്കുക ഒരു സിഗ്മ ഓൾറെഡി ഉണ്ടാവുമ്പോഴാണ്. Then s orbital can take part in sigma bond formation. S orbital cannot take part in pi bond. അപ്പോൾ എസ് ഓർബിറ്റലിന് പൈ ബോണ്ടിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പ്ലെയിനിൻ്റെ എബോ ആൻഡ് ബിലോ 2 ലോബായിട്ട് എക്സിസ്റ്റ് ചെയ്യണ ഓർബിറ്റൽസിന് മാത്രമാണ് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, ലാറ്ററൽ ഓവർലാപ്പ് വഴി പൈ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓക്സിജൻ്റെ കേസ്, O2 മോളിക്യൂൾ ഫോം ചെയ്യണതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോർമേഷൻ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ഇൻ O2. ഓക്സിജൻ്റെ 2py 2pz, ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1s2 2s2 2px2 2py1 2pz1. അപ്പോൾ ഈ 2pz 2pz രണ്ടിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. അത് രണ്ടും ആദ്യം സിഗ്മ ഉണ്ടാക്കും. പിന്നെ അതിന് പെർപെൻഡിക്കുലറായിട്ട് py 2py ഉണ്ട്. ആ 2py രണ്ടും ലാറ്ററലായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് എന്തുണ്ടാക്കും, പൈ ഓർബിറ്റലും ഉണ്ടാക്കും. ദിസ് വിൽ ബി ദ പൈ ബോണ്ട് ആൻഡ് സിഗ്മ ബോണ്ട് ബിറ്റ്വീൻ 2 ഓക്സിജൻ ആറ്റംസ് ഇൻ O2. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ വാലൻസ് ബോണ്ട് തിയറിയെ പറ്റിയിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ എങ്ങനെയാണ് പൈ ബോണ്ട് എന്താണ്, സിഗ്മ ബോണ്ട് എന്താണ്, അതുപോലെ എങ്ങനെയൊക്കെയാണ് ബോണ്ടിങ് ഉണ്ടാവുക, അതായത് പോസിറ്റീവ് ഓവർലാപ്പ്, സീറോ ഓവർലാപ്പ്, നെഗറ്റീവ് ഓവർലാപ്പ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ്. അപ്പോൾ ഈ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. ദെൻ സൈഡ് വേ ഓവർലാപ്പ് എങ്ങനെയാണെന്നുള്ളത് ഈ ഫിഗറിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, അത് നോക്കുക. ദെൻ ഹെഡ് ഓൺ ഓവർലാപ്പാണിത്, PP ഓവർലാപ്പിംഗ് സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ടുകൾ എങ്ങനെയൊക്കെ ആവാം, PP ഓവർലാപ്പ് ആവാം, PS ആവാം, SS ആവാം. പക്ഷേ 2 s ഓർബിറ്റലിന് എന്ത് പറ്റില്ല, പൈ ഫോം ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തത് നമ്മൾ കുറേ പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്, കോവാലൻ ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് VBT തിയറിയുടെ കൺസെപ്റ്റ്സ് ആണ്. അതൊരു 8 പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 8 പോയിൻറ്റ്സും മനസ്സിലാക്കുക. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.